മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനായി AICC നേതൃത്വം കോൺഗ്രസ് MLA-മാരുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. MLA-മാരുടെ അഭിപ്രായം നേരിട്ടാരായാലാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ MLA-മാരുടെ നിലപാട് നിർണായകമാകും. മുഖ്യമന്ത്രിയെ ഉടൻ തീരുമാനിക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. പാർട്ടി നേതൃത്വം കൂടിയാലോചന നടത്തി, ഹൈക്കമാൻഡ് കൂടിയാലോചന നടത്തി മറ്റു അനന്തര നടപടിയിലേക്ക് കടക്കും. അധികം വൈകാതെ തന്നെ കടക്കും. അത്തരം കാര്യങ്ങളിൽ വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ച ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ LDF-ന്റെ ഭാഷ്യമാണിത്. വർഗീയത ഉണ്ടാക്കുക, എന്നിട്ടെങ്കിലും ജയിപ്പിക്കാൻ പറ്റൂ. അതേ ഭാഷ്യം തന്നെയാണ് പറയുന്നത്. ആ ഭാഷ്യത്തെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ നമുക്കറിയാം. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങളുമായി. സുനിൽ, ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. അതിലേറ്റവും ആകാംക്ഷയുള്ള ചോദ്യം ആരാകും മുഖ്യമന്ത്രി എന്നതാണ്. VD സതീശന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം കണ്ടാൽ സാധാരണ നിലയ്ക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് വിചാരിക്കും. പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് അതിന് സാധ്യത എത്രയുണ്ട്? നിഷാദ്, 4.5 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രമേൽ ഉജ്ജ്വലമായ തിളക്കമാർന്നൊരു വിജയം UDF-ന് ഇക്കാലത്തിനിടയ്ക്ക് എപ്പോഴും കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ വിജയത്തിന്റെ തിളക്കം കളയാത്ത തരത്തിൽ വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്ന പൊതുവികാരമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ളത്. അതിനനുസരിച്ച് അതുപോലൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ് കൂടുതൽ പ്രവർത്തകരടക്കമുള്ള ആളുകളും ആഗ്രഹിക്കുന്നത്. നോക്കൂ, നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കേരളത്തിൽ UDF അധികാരത്തിലേക്ക് വരുമെന്നൊരു ട്രെൻഡ് ഉണ്ടാവുന്നത്. അന്നു മുതൽ തുടങ്ങിയതാണ് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി ആര് എന്ന ഒരു ചർച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നു തുടങ്ങിയത്. അന്ന് പ്രധാനമായും ഉയർന്നു വന്നിരുന്നത് രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും പേരായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ ചർച്ചകളിലേക്ക് KC വേണുഗോപാലിന്റെ പേര് കൂടി വരുന്നു. അങ്ങനെ പ്രധാനമായും നിലവിൽ 3 പേരുകളാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നത്. അതിന് പലർക്കും അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്, എതിരായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഓരോ ആളുകളെയും എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഈ മികവാർന്ന വിജയത്തിന്, ഇത്രയും തിളക്കമാർന്ന വിജയത്തിന് നേതൃത്വം വഹിച്ചത് കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ച VD സതീശൻ തന്നെയാണെന്നാണ് പൊതുവികാരം ഈ പാർട്ടിക്കുള്ളിലുള്ളത്. ആ പൊതുവികാരം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആ തരത്തിൽ തന്നെ എടുത്താൽ VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനാണ് സാധ്യത. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും നോക്കൂ, VD സതീശന് അനുകൂലമായ നിരവധി ഘടകങ്ങൾ വേറെയുമുണ്ട്. 100 സീറ്റിലധികം നേടി UDF അധികാരത്തിലേക്ക് എത്തും എന്ന ആദ്യമായി പ്രഖ്യാപിക്കുന്നതും ആ നിലപാടിൽ ഉറച്ചു നിന്നതും കേരളത്തിൽ ഒരൊറ്റ കോൺഗ്രസ് നേതാവേ ഉള്ളൂ, അത് VD സതീശനാണ്. അത് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ തലേന്ന് പോലും ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ മറ്റ് നേതാക്കളാവട്ടെ, UDF-ന്റെ ഘടകകക്ഷികളാവട്ടെ, നേതാക്കളാവട്ടെ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി അവർ പക്ഷേ ഈ 100 എന്ന സ്വപ്ന സംഖ്യ അതിലേക്ക് അവർ ആലോചിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഒരു 80-നും 90-നും ഇടയ്ക്ക്, 80-നും 85-നും ഇടയ്ക്ക് സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ താൻ പ്രഖ്യാപിച്ച തന്റെ സ്വപ്നത്തിലേക്ക് പാർട്ടിയെ കൈപിടിച്ചു നടത്തുന്നതിൽ വലിയ നിർണായകമായ പങ്ക് VD സതീശൻ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ വിജയം ഉണ്ടാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഭൂരിഭാഗവും പോകുന്നത് സതീശനിലേക്കാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിന് സതീശൻ അർഹനാണ്, യോഗ്യനാണെന്ന് വിശ്വസിക്കുന്നവരാണ് പാർട്ടിയിലെ ഭൂരിഭാഗം അണികളുമെന്ന് പറയാതിരിക്കാനാവില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും ഒടുവിൽ തീരുമാനമെടുക്കുന്നത് ജയിച്ചെത്തിയ MLA-മാരും ഹൈക്കമാൻഡുമാണ്. അതുകൊണ്ട് തന്നെ ജയിച്ചെത്തിയ MLA-മാരുടെ ഭൂരിപക്ഷം ആർക്കെന്നത് ഇക്കാര്യത്തിൽ ഒരു നിർണായകമായ കാര്യമാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, മത്സരിക്കുന്നവരിൽ അതുപോലെ ഇപ്പോൾ ജയിച്ചെത്തിയവരിൽ 80% ആളുകളും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല നാളെ ആ MLA-മാർ എന്ത് പറയുന്നു എന്ന ചോദ്യത്തിനും വളരെ പ്രസക്തിയുണ്ട്. അതായത് നാളെയാണ് AICC-യുടെ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുന്നത്. ജയിച്ചെത്തിയ മുഴുവൻ കോൺഗ്രസ് MLA-മാരോടും നാളെ KPCC ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ ഓരോ MLA-മാരെയും വ്യക്തിപരമായി കാണും. അവരോടൊക്കെ വ്യക്തിപരമായി അവരുടെ അഭിപ്രായം ആരായും, ആര് മുഖ്യമന്ത്രിയാകണമെന്നത് അവരുടെ അഭിപ്രായം തേടി അതിൽ അഭിപ്രായം അതിൽ ഭൂരിപക്ഷം ആർക്കാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുക എന്നതാണ് ഇവിടേക്ക് എത്തുന്ന നിരീക്ഷക സംഘത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല, ജോലി. അതുകൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. നമുക്കറിയാം ഹൈക്കമാൻഡ് തീരുമാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ KC വേണുഗോപാലിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു റോളുള്ള നേതാവാണ് KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയുമായും ഗാന്ധി കുടുംബവുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അതുകൊണ്ട് KC വേണുഗോപാൽ വലിയ തോതിൽ താൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചാൽ ഒരുപക്ഷെ അതിനെ തള്ളിക്കളയുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
MP-മാരാരും മത്സരിക്കേണ്ടതെന്ന പൊതു തീരുമാനമെടുക്കുകയും ആ തീരുമാനം അംഗീകരിക്കപ്പെടുകയും അതിന് വിരുദ്ധമായി ആ MP ആയ ഒരാൾ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി പദം ചില അസ്വസ്ഥതകൾ സ്വാഭാവികമായും കോൺഗ്രസ് അണികൾക്കിടയിലും ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായി നേതൃത്വം തള്ളിക്കളയുന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു റിസ്കിലേക്ക് ഹൈക്കമാൻഡ് പോകുമോ എന്നത് കാത്തിരുന്ന് കാണണം. മറ്റൊരാൾ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ചെന്നിത്തല വിഭാഗം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് നേരത്തെ സോണിയാഗാന്ധി നൽകിയ ഒരു ഉറപ്പാണ്. അതായത് കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിക്ക് ണ്ട് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന, നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന, അങ്ങനെ വലിയ തോതിൽ പാർട്ടിയുടെ സംഘടനാ രംഗത്തായാലും മറ്റിടങ്ങളിലൊക്കെ ആയാലും വലിയ തോതിൽ പ്രവർത്തന പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക്, പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും വലിയ പ്രവർത്തന പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും നാളത്തെ ദിവസം കോൺഗ്രസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ചർച്ചകളിൽ വളരെ നിർണായകമായ ഒരു ദിവസമാണ്. നാളെ MLA-മാരുടെ അഭിപ്രായം തേടും. അതിനുശേഷം അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്തായാലും തീരുമാനമുണ്ടാകണമെന്ന ഒരു വികാരം കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലുണ്ട്. മാത്രമല്ല വലിയ പരസ്യ ചർച്ചകളിലേക്കും പൊട്ടിത്തെറികളിലേക്കും ഒന്നും ഈ വിജയത്തിന്റെ ശോഭ കെടുത്താത്ത തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ മറ്റ് ഘടകകക്ഷികളുടെയും അഭിപ്രായം കൂടി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തേടാൻ സാധ്യതയുണ്ട്. നാളെ എല്ലാ MLA-മാരോടും KPCC ആസ്ഥാനത്ത് എത്താൻ പറഞ്ഞിരിക്കുന്നു. അവരോടെല്ലാം കേന്ദ്ര നിരീക്ഷകർ സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ 102 ആളുകളാണ് UDF-ൽ നിന്ന് ജയിച്ചത്. കോൺഗ്രസിൽ നിന്ന് 10-60 MLA-മാരുണ്ട്. അവരെല്ലാവരും പറയുന്നത് എന്തായിരിക്കുമെന്നാണല്ലോ ഇനി പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ അദ്ദേഹം കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ, അതോ VD സതീശന് അനുകൂലമായിട്ടുള്ള പൊതുവികാരമായിരിക്കുമോ MLA-മാർക്കിടയിൽ ഉണ്ടാവുക? എന്തായിരിക്കും ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകർ വന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു ഫീൽ എന്തായിരിക്കും? ഒരു മെജോറിറ്റി ഓഫ് ആളുകൾ പറയാൻ പോകുന്ന പേരേതായിരിക്കും എന്ന കാര്യത്തിൽ നമുക്കൊരു കണക്കൂട്ടൽ ഇപ്പോൾ സാധ്യമാണോ? മുഖ്യമന്ത്രി ചർച്ചയ്ക്കില്ല എന്നൊക്കെ KC വേണുഗോപാൽ പറയുമ്പോഴും പക്ഷേ താൻ മുഖ്യമന്ത്രിയാകാനില്ലെന്ന് ഇന്നുപോലും KC വേണുഗോപാൽ പറയുന്നില്ല. അതായത് KCയുടെ മനസ്സിൽ മുഖ്യമന്ത്രി ആകണമെന്ന ആഗ്രഹമുണ്ട് എന്ന് വേണം നമുക്ക് അതിലൂടെ വായിച്ചെടുക്കാൻ. അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒക്കെ പ്രതികരണങ്ങളും പ്രസ്താവനകളും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഖാർഗെയ്ക്ക് ശേഷം ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടാവുന്ന, കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ അത്രമേൽ സ്വാധീനമുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക് KC വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനോട് ഹൈക്കമാൻഡ് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ട്. പക്ഷേ ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി കിട്ടുകയും കേരളത്തിലെ MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം KCക്ക് അനുകൂലമാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ KC വരാനുള്ള സാധ്യതയെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അത് ഇവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു വികാരം വലിയ തോതിൽ പാർട്ടിക്കെതിരായ വികാരം തന്നെയായിരിക്കും. കാരണം നേതാക്കളടക്കമുള്ള ആളുകളോട്, പ്രവർത്തകരോടൊക്കെ പൊതുവെ സംസാരിക്കുമ്പോൾ അവർ ഈ വലിയ ഉജ്ജ്വലമായ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച സതീശനെ പൂർണ്ണമായും തള്ളിക്കളയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ചെറിയൊരു നാരോ മാർജിനിലാണ് UDF അധികാരത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാലിന്റെ ഇടപെടലുകൾ വലിയ നിർണായകമാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. വലിയ തോതിലുള്ള വലിയ മാർജിനിലേക്ക് UDF അധികാരത്തിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും അതിന്റെ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയ്ക്ക് സതീശനെ തള്ളിക്കളയരുതെന്ന വികാരവുമുണ്ട്. എന്തായാലും MLA-മാർ എന്ത് പറയുമെന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ട്. MLA